ഹായ് ഹലോ പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം. ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നത് 1 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അത് നമ്മൾ 6 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേക്ക് ഇവിടെ അടുത്തുള്ളൊരു താത്താക്കാണ് അവരുടെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് കൊണ്ടുപോകാനുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് സെക്കൻഡ് ബർത്ത്ഡേക്കുള്ള കേക്കാണ്. ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കിൻ്റെ ഓർഡർ നമുക്ക് തന്നെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേക്കിന് നമുക്ക് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളെടുത്ത് നമ്മളെ ഇഷ്ടത്തിനൊരു ഡിസൈൻ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. മോളുടെ ഡ്രസ്സിൻ്റെ കളറ് ഞാൻ ചോദിച്ചപ്പോൾ ഗ്രീൻ കളറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോട്ടോ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇത് വെച്ച് ഡിസൈൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ കളറിലുള്ള 2 ബട്ടർഫ്ലൈസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്കിൽ മോളുടെ നെയിം നമ്മൾ ഫോണ്ടൻറ്റിൽ എഴുതിയിട്ട് കട്ട് ചെയ്തിട്ട് ബോർഡിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ ചെയ്യാനുള്ളതായിരുന്നു 1.5 കിലോ വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ്. അത് നമ്മൾ 6 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. കേക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ. കേക്കിൽ മോഡൽ നമുക്ക് കസ്റ്റമർ ആദ്യമേ അയച്ചു തന്നായിരുന്നു. ഈ ഒരു കസ്റ്റമർ എന്താ പറയുക 2 മാസം മുന്നേ നമുക്ക് ഓർഡർ തരും. മോഡൽ അവരൊരുപാട് സെർച്ച് ചെയ്തിട്ടൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമുക്ക് തരിക. നമ്മൾ ചെയ്യാത്തൊരു ഡിസൈനായിരിക്കും കേട്ടോ അവർ കൊടുന്ന് തരിക. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഞാൻ എവിടെയും കാണാത്ത ഓരോ മോഡലായിരിക്കും കേട്ടോ ആൾ തപ്പി പിടിച്ച് കൊടുന്ന് തരിക. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെടുത്ത് ഈ ഒരു ബർത്ത്ഡേ ഉള്ള ആളുടെ ഫോട്ടോ കേക്കിൽ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കേക്ക് ഒട്ടും ഭംഗി ഉണ്ടാവില്ല എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പക്ഷെ ചെയ്തു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ മോൾ കേക്ക് കട്ട് ചെയ്യുമ്പോട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു ഫോട്ടോ കസ്റ്റമർ നമുക്ക് അയച്ചു തന്നത് അത് ഞാൻ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് നല്ല കമൻസ് ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. ഇതിൽ ആഡ് ചെയ്യാൻ എൻ്റെ അടുത്തില്ല. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കൂടെ 5 കപ്പ് കേക്ക് ഉണ്ട്. മോളുടെ നെയിം നമ്മൾ കപ്പ് കേക്കിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞപ്പോൾ കേക്ക് ഭംഗിയില്ലാന്ന് തോന്നിയെങ്കിലും ചെയ്തു വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായൊരു കേക്കായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അവരും തന്നെ സ്റ്റാറ്റസ് വെച്ചപ്പോൾ നമ്മളെ നമ്പർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കും അവർക്കൊക്കെ ഒരുപാട് കമൻസ് കിട്ടിയ ഒരു കേക്കായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ കേക്കിൽ നമ്മൾ മോളുടെ പേര് മിന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഓരോ ലെറ്റേഴ്സായിട്ട് കപ്പ് കേക്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കേക്കിൽ ഈ ഒരു കേക്കിൻ്റെ കൂടെ നമുക്ക് ഒരു സ്ക്വയർ കേക്ക് ഉണ്ട്. ഓഫനേജിലേക്ക് കൊണ്ടുപോകാനുള്ള കേക്കാണ് കേട്ടോ. അത് നമുക്ക് 3 kg സൈസാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു 50 പീസ് അല്ലെങ്കിൽ ഒരു 49 പീസിൽ കട്ട് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. കട്ട് ചെയ്ത് തരണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് ആ ഒരു കേക്കിൻ്റെ കൂടെ അല്ല കൊണ്ടുപോയിട്ടുള്ളത്. ഇത് നൈറ്റിലാണ് കേട്ടോ. ഏകദേശം ഒരു 7 മണി ടൈമിലാണ് അവർ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കേക്ക് വീട്ടിൽ കട്ട് ചെയ്യാനും ഇത് ഓഫനേജിലേക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്വയർ കേക്ക് ആയതുകൊണ്ട് നല്ല ടൈം എടുക്കുന്നുണ്ട്. മുകളിൽ ഒന്നുകൂടി ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ നൈഫ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ മുകളിൽ ഒന്ന് വരച്ച് കൊടുക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ ഓരോ സൈഡിലായിട്ട് 7 പീസായിട്ട് കേട്ടോ 49 പീസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതിൽ നമുക്ക് അവർ ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചു പ്ലെയിൻ വൈറ്റായിട്ട് ചെയ്യാമെന്നുള്ളത്. പിന്നെ നമുക്ക് ആ ഒരു കേക്ക് ചെയ്തതിൻ്റെ ബാലൻസ് ബ്ലൂ കളർ ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിന് ഒന്നിച്ച് നമുക്ക് സെറ്റ് ചെയ്തിട്ടൊരു ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അതിന് മാച്ചായിട്ട് ഇതിൽ ഞാൻ ഓരോ പീസിൻ്റെ മുകളിലും ഈ ഒരു ബ്ലൂ കളറിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.